സ്വാമിയേ ശരണമയ്യപ്പ. രാമചന്ദ്രസ്വാമിക്കും കുടുംബത്തിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും അങ്ങേക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ലോകത്തുള്ള സർവ്വശക്തികളുടെയും അനുഗ്രഹം അങ്ങേക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിഷസും ബർത്ത്ഡേ വിഷസ് മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ രാമേന്ദ്ര. വളരെ സന്തോഷം മോള് വിളിച്ചപ്പം ലീനയെടുത്തും ഞങ്ങളുടെ അന്വേഷണം അറിയിക്കുക. ശരണമയ്യപ്പ. പ്രിയപ്പെട്ടവരെ, ഞാൻ എം രാമചന്ദ്രൻ ഇപ്പോൾ ശബരിമല തിരു സന്നിധാനത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ആത്മസുഹൃത്ത് സുരേഷ് കണിയാമ്പലത്തിന് വേണ്ടി 2 വാക്ക് പറയുന്നത്. ശബരിമല സന്നിധാനം നട തുറക്കുന്നതും അടയ്ക്കുന്നതും നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ശബ്ദത്തിലൂടെയാണ്. അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തം തന്നെയാണ്. നമുക്കെല്ലാവർക്കും നമ്മളിലേക്ക് ദൈവം അന്വേഷിക്കേണ്ട കാര്യമില്ല. ദൈവം നമ്മളിലുണ്ട്. ആ ദൈവത്തെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജന്മം കൃതാർത്ഥമാകുന്നത്. 1993 ഞാൻ ദുബായിൽ വെച്ച് യേശുദാസ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട നിമിഷം മുതൽ എൻ്റെ വായിൽ ആദ്യം അദ്ദേഹത്തിന് ദാസേട്ടെന്നോ ദാസാറെന്നല്ല, അയ്യപ്പൻ അല്ലെങ്കിൽ എന്നിലൂടെ ഈശ്വരൻ തോന്നിപ്പിച്ചത് ഗുരുനാഥ എന്നാണ് സംബോധന ചെയ്യാൻ. ഞാനപ്പോൾ അദ്ദേഹത്തിന് ആ ഗുരുനാഥൻ എന്ന സംബോധന അദ്ദേഹത്തിനും അത് സ്വീകാര്യമായി എനിക്ക് തോന്നി. പലപ്പോഴും എന്നോട് മുമ്പ് ഇപ്പോൾ ഒരു 31-32 വർഷത്തെ അടുപ്പമുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഭക്തനാണെന്ന് പുള്ളിക്കറിയാം. പുള്ളി പരമഭക്തനാണ്. അപ്പം ഞങ്ങളിങ്ങനെ ദുബായിൽ വരുമ്പോഴൊക്കെ പുള്ളി എൻ്റെ വീട്ടിൽ വരും. എൻ്റെ മകളുടെ 5 ജന്മദിനം പുള്ളിയാണ് വന്ന് അനുഗ്രഹിച്ചത്. ഒപ്പം മകളെ എഴുത്തിനിരുത്തിയത്. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. അതിപ്പോൾ ഈ ചെറിയ നിമിഷത്തിൽ പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ ശബരിമലയിൽ എന്ന് പറയുന്നൊരു കാര്യം ഗുരുനാഥൻ്റെ ആദ്യത്തെ ശബരിമല ദർശനമാണ്. അദ്ദേഹം എറണാകുളത്ത് തൃപ്പൂണിത്തുറ സംഗീത കോളേജിൽ നിന്നും RLB അവിടുന്ന് സംഗീത പഠനം കഴിഞ്ഞ് പുള്ളിയുടെ സുഹൃത്ത് ഗോവിന്ദൻ കുട്ടിച്ചേട്ടനാണെന്ന് എൻ്റെ ഓർമ്മ. 2 ആളും കൂടി ഇങ്ങനെ ഏതൊരു കച്ചേരി കണ്ടിറങ്ങുമ്പോൾ ഒരു കൂട്ടം ഭക്തര് അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ. ഉടനടി പുള്ളി ഗോവിന്ദൻകുട്ടിയോട് ചോദിച്ചു, എടാ ഗോവിന്ദൻകുട്ടി ഇതെന്താത്? അപ്പൊ ഗോവിന്ദൻകുട്ടി ചേട്ടൻ പറഞ്ഞു, പുള്ളിയുടെ ബാല്യകാല സുഹൃത്താണ്, ക്ലാസ്മേറ്റ് ഒക്കെയാണ്. അങ്ങനെ ദാസപ്പ ഇവിടെ മലയ്ക്ക് ശബരിമലയിൽ ഇങ്ങനെ അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ ചൊല്ലുന്ന ഒരു നാമമാണ് ഈ നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഗുരുനാഥൻ ചോദിച്ചു, എനിക്ക് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അവിടെ സെക്കുലർ ദൈവമാണ് അയ്യപ്പൻ. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ദർശനം. ഉടനടി അദ്ദേഹം ദേവസ്വത്തിന് എഴുതിച്ചു വന്നിച്ചു, ഞാൻ യേശുദാസ്, എനിക്ക് അയ്യപ്പനെ വന്ന് ദർശനം ചെയ്യണമെന്നുണ്ട്, അതിന് എന്നെ അനുവദിക്കുമോ? ഉടനടി അവർ മറുപടി കൊടുത്തു, തീർച്ചയായിട്ടും. അന്ന് 41 ദിവസം ഘോര വ്രതമെടുത്ത് 18-ാം പടി കയറി അയ്യപ്പനെ ദർശനം ചെയ്യണമെങ്കിൽ അങ്ങ് ഇതേപോലെ വ്രതനിഷ്ഠകളൊക്കെ പാലിച്ച് ഇരുമുടിക്കെട്ടുമായി അങ്ങക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾക്കും സന്തോഷമാണ്. അങ്ങനെ ഗുരുനാഥൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് അയ്യപ്പനെ ദർശനം ചെയ്തു. അങ്ങനെ എല്ലാ മകരജ്യോതിയുടെ അന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം സന്നിധാനത്തിൽ വന്ന് അയ്യപ്പനെ ദർശനം ചെയ്യാറുണ്ട്. ഇതിൽ വേറൊരു കൂട്ടിയെഴുത്ത് രാമകൃഷ്ണ പരമഹംസർ പറയും, നമ്മൾ ശർക്കരയാണ്, അവിടെ ഉറുമ്പ് വരുന്നു. നമ്മളിലേക്ക് ദൈവം അന്വേഷിച്ച് വരും. അതാണ് പരമഹംസറുടെ വാക്കുകൾ. അങ്ങനെയാണ് വിവേകാനന്ദൻ മുമ്പ് ശിഷ്യനായി. അപ്പോൾ യേശുദാസ് ഗുരുനാഥന്റെ ഫാദർ അഗസ്റ്റിൻ ജോസഫ് സാർ, അദ്ദേഹം വലിയ കലാകാരനായിരുന്നു. 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ പോയി ദർശനം ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ നക്ഷത്രം ഉത്തരമാണ്, അയ്യപ്പന്റെ നാളാണ്, പൈങ്കിനി ഉത്തരമാണ് അയ്യപ്പൻ. ഇത് വീണ്ടും അയ്യപ്പൻ ആ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ വിജയ യേശുദാസിന്റെ മകൾ അമ്മയുടെ നക്ഷത്രം ഉത്തരമാണ്. പിന്നെ ഗുരുനാഥന്റെ എല്ലാ ഭക്തിക്കും പരിപൂർണ സപ്പോർട്ടാണ് പ്രിയപ്പെട്ട പ്രഭ ചേച്ചി.
പ്രഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പ്രഭയിൽ നിന്ന് വരുന്നു, പ്രഭയിൽ നിന്ന് വിടരുന്നു. അപ്പം എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഭക്തി എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് എപ്പോൾ സംസാരിച്ചാലും ഞങ്ങൾ സംസാരിക്കാറ് ഈശ്വര കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ളൂ. അത് ഒരുപാട് ഗുരുത്വവും ഉണർവും എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പ്രദാനം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നിന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും ജാതിമത ഭേദമന്യേ എല്ലാ ആഭാലവൃദ്ധ ജനങ്ങൾക്കും ഹരിഹരസുധന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവാത്മന സ്വാമിയെ ശരണമയ്യപ്പ.